എം സ്വരാജ് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ പരാജയമായി കാണുന്നില്ല, സർക്കാരിനെതിരായിട്ടുള്ള പൊതുവികാരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സമ്മതിക്കാനും തയ്യാറാവുന്നില്ല. ശ്രീ ജെയ്സി തോമസ്, നമ്മൾ സംസാരിച്ചു വന്നത് സർക്കാരിനെതിരായ വികാരമാണോ എന്നതിനെ ചൊല്ലിയായിരുന്നു. നോക്കൂ, സർക്കാരിനോട് കലഹിച്ചിറങ്ങിയ ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുക തന്നെ ചെയ്തത്. അയാൾ 20,000 വോട്ടുകൾ നേടുന്നത് കാണൂ. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബാന്ധവമൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഈ പിണറായി സത്തെ പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ഒരാളെ 20,000 വോട്ട് കൊടുത്തു വാല്യൂ ചെയ്തിരിക്കുകയാണ് ജനങ്ങൾ. അത് നിങ്ങൾ കാണുന്നില്ലേ? അതല്ല, അതിൽ കാണാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാ മുന്നണികളും, അതിപ്പോൾ BJP ആവട്ടെ, SDPI ആവട്ടെ, UDF ആവട്ടെ, അങ്ങ് സൂചിപ്പിച്ച സ്വതന്ത്ര പരിവേഷത്തോടു കൂടെ മത്സരിച്ചു എന്ന് അവകാശപ്പെടുന്ന നിലമ്പൂരിന്റെ മുൻ MLA ആവട്ടെ, ഇവരൊക്കെ നേടിയ വോട്ട് വിഹിതം നമ്മൾ കാണുന്നുണ്ട്. അത് ഗൗരവപൂർണ്ണമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതെന്ന കാര്യത്തിൽ നമുക്കാർക്കും വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ കാണേണ്ടത് എങ്ങനെയാണ്. ഇപ്പോൾ ഇദ്ദേഹം തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച അനുഭവം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇദ്ദേഹം മുമ്പ് മത്സരിച്ചിരുന്നു. സ്വതന്ത്ര പരിവേഷത്തോടു കൂടെയെങ്കിലും ഒന്ന് മത്സരിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അധികം വോട്ട് കിട്ടുന്നു. ആ വോട്ട് കിട്ടുന്നത് കഴിഞ്ഞ 9 വർഷക്കാലം ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാം. അദ്ദേഹത്തിൻ്റെ തന്നെ അവകാശവാദം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലാണ് അദ്ദേഹത്തിന് എല്ലാ ബൂത്തിലും ഇരിക്കാൻ പ്രവർത്തകരും ഏറ്റവും അതിശക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതുമായ ഒന്നാമത്തെ കേന്ദ്രം വഴിക്കടവ് ഗ്രാമപഞ്ചായത്താണ്. അത് മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിന് പല പഞ്ചായത്തുകളിലും ശ്രദ്ധേയമായ ഒരു വോട്ട് വിഹിതം കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രവർത്തന ശൈലിയുടെ മികവുണ്ടായിരിക്കാം. അദ്ദേഹം 9 ആണ്ടുകാലം ഈ മുന്നണിയുടെ ഭാഗമായി MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലം ഉണ്ടായിരിക്കാം. അതൊക്കെ ഉണ്ടായിരിക്കാം. അതിനെ ഒന്നും സമഗ്രതയിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ സൂക്ഷ്മമായി പഠിക്കേണ്ടതും ശരിയായ വിശകലനങ്ങളിലേക്ക് എത്തേണ്ടതും എനിക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചിടത്ത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തുടർന്ന് സംസാരിച്ചത്. ഈ സർക്കാർ വിരുദ്ധതയുടെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവിരുദ്ധതയുടെ പ്രതീകമായി, അല്ലെങ്കിൽ 2026 ഇപ്പോൾ ചില മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതായി കണ്ടു അങ്ങയുടെ മാധ്യമത്തിൽ, സംഭവിക്കാൻ പോകുന്ന അനിവാര്യമായ UDF മുന്നേറ്റത്തിന്റെ പ്രതീകമാണോ നിലമ്പൂർ? അങ്ങനെയുള്ള ഏകപക്ഷീയമായ വിലയിരുത്തലുകളിലേക്ക് കിടക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ നയിക്കുന്നുണ്ടോ? വസ്തുതാപരമായി ഒന്ന് വിശകലനം ചെയ്തു നോക്ക്. ഇപ്പോൾ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ എത്രയെത്ര പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ക്ഷേമ പെൻഷനാകട്ടെ, പവർ കട്ടില്ലായ്മയാകട്ടെ, സർക്കാർ നടത്തിയ നല്ല കാര്യങ്ങളെ ജനം തള്ളിക്കളയുന്നു എന്നാണോ ഈ ഫലം പറയുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സർക്കാർ നടപ്പാക്കിയ നല്ല കാര്യങ്ങളായിരുന്നില്ല തെരഞ്ഞെടുപ്പ് ചർച്ച. സർക്കാരിനെ കുറിച്ച് അതിഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നത് ഒന്ന് പോലീസ് RSS ബാന്ധവം, മൊത്തം വന്യജീവി ശല്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ നിലമ്പൂരിൽ ചർച്ചയായി, അതിന് ജനങ്ങൾ വോട്ട് നൽകി എന്ന് വായിച്ചുകൂടെ? അതാണ് പറഞ്ഞത്. അത് വേണമെങ്കിൽ ഒരു UDF ആഭിമുഖ്യത്തോടു കൂടെ വായിച്ചാൽ അത് ചിലപ്പോൾ ശരിയായിരിക്കാം. വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാം. പക്ഷേ നേരെ മറിച്ച് മറ്റു ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പോലീസിനുള്ളിൽ തന്നെ RSS ബാന്ധവം, അത് യഥാർത്ഥത്തിൽ വസ്തുതകളുടെ വിശകലനം ചെയ്ത് പരിശോധിച്ചാൽ അത്തരമൊരു ബാന്ധവത്തിന് എന്തെങ്കിലും തരത്തിൽ സത്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി കഴിയുമോ? മലയോര പ്രശ്നത്തെ സംബന്ധിച്ച് വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2 തവണ സമീപത്ത് കടന്നുപോയല്ലോ. ആ പാർലമെന്റ് മെമ്പർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരാൾ മുൻ MP എന്ന് പറയുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണത്, LOP ആണ്. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഉന്നയിച്ച വാഗ്ദാനങ്ങൾ എന്തായിരുന്നു? ഇതിന് കേരള സർക്കാരുമായി ആലോചിച്ച് ഇവിടെ ഒരു പരിഹാരം കണ്ടെത്തും, കേരള നിയമസഭയിൽ ഇതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി നിയമനിർമ്മാണം നടത്തി കേരള സർക്കാരിനെ കൊണ്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരി ഇപ്പോഴത്തെ നമ്മുടെ വയനാട് പാർലമെന്റ് മെമ്പറാണ്. അവർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ച മലയോര വന്യജീവി പ്രശ്നത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച അവകാശവാദങ്ങൾ എന്തായിരുന്നു? മുമ്പോട്ടേക്ക് വെച്ച കാര്യങ്ങൾ എന്തായിരുന്നു? അപ്പോൾ ഞാൻ ചുരുക്കുന്നു, ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയല്ല, വിശദമായി പോവുകയല്ല. ഈ കാര്യങ്ങളിലാകെ ഇടതുപക്ഷം മുമ്പോട്ടേക്ക് വെച്ച കാര്യങ്ങളെ സാധൂകരിക്കുന്നതായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വയനാട് പാർലമെന്റ് മെമ്പർമാർ, മുൻ MPയും ഇപ്പോഴത്തെ MPയും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളെ ഇപ്പോൾ അങ്ങേയറ്റം തെറ്റിദ്ധാരണജനകമായി ആകെ UDFന് വേണമെങ്കിൽ വിഷലിപ്തമായ ഒരു പ്രചരണം എന്നത് ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞ 1-2 കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതാണ്. അതിനുമപ്പുറം അവർക്ക് പോലും
ജനജീവിത സംബന്ധമായിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിന്റെ സമീപകാല അനുഭവങ്ങളിൽ ഇത്രമേൽ ഈ ഗവൺമെന്റിനെ കുറ്റവിചാരണ നടത്താൻ പ്രതിസ്ഥാനത്ത് നിർത്തി എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം പരാജയപ്പെടേണ്ടതുണ്ട്, എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ യാത്ര അവസാനിക്കേണ്ടതുണ്ട്, പ്രകടന പത്രികയെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നില്ലേ 4 വർഷത്തെ പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിച്ചത്? ആ പ്രോഗ്രസ് കാർഡിനെതിരെ നേരാമണ്ണം ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിരുന്നോ? ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രോഗ്രസ് കാർഡിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ചതിച്ചു, നിങ്ങൾ വഞ്ചിച്ചു, നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു 10 എണ്ണം പറയാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു വസ്തുത. മറിച്ച് ഇത്തരം ചില ആപൽക്കരമായ വിഷലിപ്തമായ ചില പ്രചരണങ്ങൾ ഉയർത്തിക്കാട്ടാൻ വേണ്ടി കഴിഞ്ഞു. അതിന് താൽക്കാലികമായ ഒരു സ്വാധീനം ജനങ്ങളിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ അതിനെയും തള്ളിക്കളയുന്നില്ല. അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി ഉയർത്തിയ 2 കാര്യങ്ങളെയും അപ്പാടെ ഞാൻ തള്ളിക്കളയുന്നില്ല. അതിന് ജനങ്ങളിൽ തെറ്റിദ്ധാരണജനകമായ ഒരു സ്വാധീനം സൃഷ്ടിക്കാൻ കഴിഞ്ഞോ? അതും സൂക്ഷ്മതയിൽ നമ്മൾ പരിശോധിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അത് തിരുത്താൻ ഉത്തരവാദിത്വപൂർണ്ണമായ ജാഗ്രത ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജയ്ക്ക് ഇതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ഒരു ടെസ്റ്റ് ഡോസായി വേണമെങ്കിൽ കാണാവുന്നതാണ്. അതായത് നമ്മളൊരു കലത്തിലെ ചോറ് എന്തോ എന്നറിയാൻ മുഴുവൻ ചോറും പരിശോധിക്കേണ്ടല്ലോ എന്നതുപോലെ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് എടുക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സ്വീകരിക്കാവുന്ന ഒരു മാർഗം കൂടിയാണ്. ഇല്ല, എനിക്ക് അക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്. അങ്ങൊന്ന് പരിശോധിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരാഴ്ചക്കാലം അവിടെ ഉണ്ടായിരുന്ന പ്രചരണ വേളയിൽ അത്രയും ഞങ്ങൾ ഉയർത്തിക്കാട്ടിയത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭവനരഹിതർക്ക് സ്വന്തമായി വീട് ലഭിച്ച 1ാമത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്ന് നിലമ്പൂരിൽ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഗ്രാമപഞ്ചായത്താണ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 8585 പേരാണ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഭവനമുള്ളവരായി മാറിയത്. സമീപകാല കേരളത്തിന്റെ അനുഭവത്തിൽ ഒരു പുതിയ അധ്യായമാണ്. കേരളത്തിലെമ്പാടും 5 ലക്ഷം പേരുണ്ടപ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രം 8555 പേർ ഭവനമുള്ളവരായി മാറുന്നു. മുൻ MLA 3.5 പതിറ്റാണ്ട് കാലം നിലമ്പൂരിനെ നയിച്ച മുൻ വൈദ്യുതി മന്ത്രി, അദ്ദേഹം പഠിച്ചിരുന്ന ഗവൺമെന്റ് സ്കൂള് ഓടിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടമായിരുന്നു. ഇന്നത് അന്തർദേശീയ സൗകര്യങ്ങളുള്ള ഏത് അതിസമ്പന്നന്റെയും മകനും മകളും പഠിക്കാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി അത് മാറി. അതൊരു മോശം കാര്യമാണോ? ലൈഫ് മുഖാന്തരം 8555 പേർ ഭവനമുള്ളവരായി മാറിയതൊരു മോശം കാര്യമാണോ? 44,000-ലധികം വരുന്ന നിലമ്പൂരിലെ വോട്ടർമാർ സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 പ്രതിമാസം കൈപ്പറ്റുന്നവരാണ്. അതൊരു മോശം കാര്യമാണോ? നിലമ്പൂർ മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന റോഡുകൾ BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് മാറി. അതൊരു മോശം കാര്യമാണോ? 12-ലധികം പാലങ്ങൾ പുതുതായി നിർമ്മിക്കപ്പെട്ടു, ഉദ്ഘാടനം ചെയ്തു, ഗതാഗതത്തിനായി തുറന്നുകിടപ്പെട്ടു. അതൊരു മോശം കാര്യമാണോ? 1000-ഓളം വരുന്ന പട്ടികവർഗ്ഗക്കാർ സ്വന്തമായി ആധാരമുള്ള തൻ്റെതായ ഇടമുള്ളവരായി മാറി. അതൊരു മോശം കാര്യമാണോ? ഇതൊക്കെ കേരളത്തിലാകെ നടപ്പിലാക്കപ്പെട്ട അഭിമാനകരമായ വികസന പദ്ധതികളുടെ ഒരു പൊതു പരിച്ഛേദമായിരുന്നു, ഒരു പ്രതീകമായിരുന്നു കഴിഞ്ഞ 9 ആണ്ടുകാലത്തെ നിലമ്പൂർ എന്ന് പറയുന്നത്. അതിനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനും അവതരിപ്പിക്കാനും ഞങ്ങൾ ശ്രമിച്ചത്. അത് ജനങ്ങൾ സ്വീകരിക്കാതിരുന്നു എന്നൊരു വിലയിരുത്തലിന് സാധ്യതയുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വിലയിരുത്തലിന് സാധ്യതയുണ്ടോ? ഇപ്പോൾ